ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പത്രോട ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് പത്രോടയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലഞ്ച് റെസിപ്പി വീഡിയോ ഇട്ടായിരുന്നു, അമ്മ ഉണ്ടാക്കിയ. അതിനകത്തൊരു ചെമ്പിലയുടെ തണ്ട് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയായിരുന്നു. ആ തണ്ടിൻ്റെ ഇല കൊണ്ടാണ് ഇന്ന് നമ്മൾ പത്രോട ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പും ഒരു പത്രോട ഉണ്ടാക്കിയിട്ടുണ്ട്, വേറൊരു ചെമ്പിലയുടെയാണ്. അപ്പോൾ അത് കാണാത്തവർ കാണണം കേട്ടോ. ഞാൻ ഈ ലഞ്ച് റെസിപ്പിൻ്റെയും പഴയ പത്രോടയുടെ വീഡിയോയും രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. കാണാത്തവർ അതൊന്ന് ആദ്യം കാണുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയുടെ റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ അരി നമുക്ക് കുതിർത്തെടുക്കണം. എന്ന് വെച്ചാൽ 4 ഗ്ലാസ് അരിയാണ് പച്ചരി എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് പച്ചരി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ താഴെയൊക്കെ മതി. നല്ലോണം കുതിർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചേമ്പില റെഡിയാക്കി എടുക്കണം. അതൊരു വലിയൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വലിയൊരു ടൈപ്പ് വലിയ ഇല നമ്മുടെ സാധാരണ പറമ്പുകളിലൊക്കെ കാണാറുണ്ട്. ഈ ഒരു ഇല, ഈ ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഇലയുടെ ആദ്യം നാരൊക്കെ നല്ലോണം കളയണം കേട്ടോ. വലിയ വലിയ നാരുകളൊക്കെ ഉണ്ട്. ആ നാരുകളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു തേങ്ങയുടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരപ്പിനായിട്ട് ആദ്യം ഒരു പുളി. നമ്മൾ കഴിഞ്ഞ പത്രോടയ്ക്ക് കുറേ പുളി യൂസ് ചെയ്തായിരുന്നു. ഈ പത്രോടയ്ക്ക് അധികം പുളി വേണ്ട, ചേമ്പിലപ്പത്തിനും പുളി വേണ്ട. ഒരു പുളിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇവിടെ ഒരു 10-12 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ആഡ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1.25 ടീസ്പൂൺ കായം, പിന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. ഒരു തരിതരിപ്പ് വേണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇലയിലോട്ടത് തേച്ച് കൊടുക്കേണ്ടതാണ്. അതിനൊരു ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. ആവി കയറ്റിയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇഡ്ഡലിത്തട്ട് അതിൽ പ്ലേറ്റ് വെച്ചിട്ട് ഒരു വാഴയില വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇലയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ തേച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് അത് റോൾ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നമ്മുടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരേപോലെ തന്നെ. ഇനിയിപ്പോൾ അതൊരു 1 മണിക്കൂർ വേവിച്ചെടുക്കുക. 1 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. എല്ലാം ചെയ്തെടുക്കുകയാണ്.
ഏകദേശം 1 മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പിലാപ്പം റെഡി ആവാനിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കഴിക്കുന്ന സാധാരണ എണ്ണ യൂസ് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്